റീത്തയെ പൊളിച്ചടുക്കി അലീന. അങ്ങനെ റീത്തയാണെങ്കിൽ അലീനയെ കണ്ടതും അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, അധികകാലം നീ ഇവിടെ വാഴാമെന്ന് വിചാരിക്കണ്ട. അധിക നാൾ നിന്നെ ഇവിടെ നിർത്തത്തുമില്ല. നിനക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് 90 ദിവസമാണ് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് നീ ശരിക്കും അറിയുമെന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ അതിലൊന്നും പേടിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. ആ സമയം നമ്മുടെ സ്റ്റാലിനെ നല്ല രീതിയിൽ റീത്ത കുറ്റം പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. സ്റ്റാലിനെ കുറ്റം പറയുന്നത് അലീനയ്ക്ക് അങ്ങനെ കേട്ട് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. സ്റ്റാലിനെ കുറ്റം പറയുന്നതും അലീന റീത്തയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനാണ് ഞാൻ നിങ്ങളും തമ്മിലുള്ള സംസാരത്തിലേക്ക് ആവശ്യമില്ലാതെ പപ്പയെ വലിച്ചിടുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് റീത്തയോട് അലീന ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു. എൻ്റെ പപ്പ വളരെ നല്ലൊരു മനുഷ്യനും മാന്യനുമാണ് എന്ന് അലീന റീത്തയോട് പറയുന്നു. ഇതേ സമയം റീത്തയാണെങ്കിൽ പറയുകയാണ്, ഒരു മാന്യൻ, ഇവനെ പോലെ ഒരു വൃത്തികെട്ടവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ പപ്പ ഒരു വൃത്തികെട്ടവനായിരിക്കും എന്ന് കരുതി എനിക്ക് അങ്ങനെയല്ല എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എൻ്റെ പപ്പ ഏറ്റവും നല്ലൊരു വ്യക്തിയാണെന്ന് പറയുന്നു. താൻ അനാഥയാണെന്നറിഞ്ഞപ്പോൾ തന്നെ ഏറ്റെടുക്കാനായിട്ട് തൻ്റെ പപ്പ ആ മനസ്സ് കാണിച്ചില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അലീന ആരോട് പറയുന്നു? നമ്മുടെ റീത്തയോട് പറയുന്നു. അതിലും വലിയ ക്വാളിറ്റിയൊന്നും എൻ്റെ പപ്പയ്ക്ക് ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. നിങ്ങളോട് എന്തൊക്കെ ചെയ്തോ എങ്ങനെയൊക്കെ ചെയ്തോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നോട് മര്യാദയ്ക്കാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പപ്പയെക്കുറിച്ച് യാതൊരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ മുൻപിൽ വെച്ച് എൻ്റെ പപ്പയെ കുറ്റം പറയരുതെന്ന് നമ്മുടെ അലീന പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്. ഇതേ സമയം റീത്ത ആകെ പേടിച്ചു പോകുന്നുണ്ട്. കാരണം ആ രീതിയിലാണ് അലീന പൊട്ടിത്തെറിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ റീത്തയോട് പറയുന്നുണ്ട്, 90 ദിവസം കഴിഞ്ഞാലും ഞാനിവിടെ തന്നെ ഉണ്ടാകും. എന്നെ ആർക്കും ഓടിച്ചു വിടാൻ കഴിയില്ല. എൻ്റെ പപ്പ പറയാതെ ഞാനിവിടെ നിന്ന് ഒരടി പുറത്തേക്ക് പോകില്ല എന്ന് റീത്തയോട് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഒടുവിൽ റീത്തയാണെങ്കിൽ അലീനയുടെ മുൻപിൽ മുട്ടുമടക്കി തിരികെ പോവുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.